നമസ്കാരം. ഓ ഓ കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം. ഇപ്പോൾ ലക്ഷ്മണൻ ശൂർപ്പണഖയെ വിരൂപയാക്കിയിരിക്കുകയാണ്. അവളുടെ മൂക്കും കാതുമൊക്കെ ഛേദിച്ചു കളഞ്ഞു. അപ്പോൾ ശൂർപ്പണഖ വളരെ സങ്കടത്തോടുകൂടി തൻ്റെ സഹോദരനായ ഖരനോട് ചെന്ന് പരാതി പറയുന്നു. ഇങ്ങനെ രാമൻ, ലക്ഷ്മണൻ, രാമൻ്റെ ഭാര്യയായ സീത, ഇവർ 3 പേരും കാട്ടിൽ കാനനത്തിലെത്തിയിട്ടുണ്ട്. അതിൽ ലക്ഷ്മണനാണ് എന്നെ ഇങ്ങനെ വിരൂപയാക്കിയത്. അവരെ 3 പേരെയും കൊന്ന് എൻ്റെ രക്തദാഹം തീർക്കണമെന്ന് ശൂർപ്പണഖ ഖരനോട് പറയുന്നു. അവരെ 3 പേരെയും നിഗ്രഹിച്ചാലേ എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുകയുള്ളൂ. അത് ചെയ്ത് എന്നെ വളരെ സമാധാനമുള്ളവളാക്കി തീർക്കണമെന്ന് ഭ്രാതാവിനോട് പറയുന്നു. വിംശ സർഗഃ 20-ാം സർഗം. ഈ സർഗത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. ശ്ലോകം 1. തത ശൂർപ്പണഖാ ഘോര രാഘവാശ്രമമാഗത രാക്ഷസാനാചക്ഷേതൗ ഭ്രാതരൗ സഹസീതയാ. 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഘോരയായ ശൂർപ്പണഖ രാമാശ്രമത്തിലെത്തിയിട്ട് ആ 2 ഭ്രാതാക്കളെയും സീതയെയും രാക്ഷസന്മാർക്ക് കാട്ടിക്കൊടുത്തു. ശ്ലോകം 2. തേ രാമം പർണശാലായാം ഉപവിഷ്ടം മഹാബലം ദദൃശു സീതയാ സാർത്ഥം ലക്ഷ്മണേനാഭിസേവിതം. അവർ പർണശാലയിൽ ലക്ഷ്മണ സേവിതനായും സീതയോടുകൂടിയും ഉപവിഷ്ടനായിരുന്ന രാമനെ കണ്ടു. ശ്ലോകം 3. താം ദൃഷ്ട്വാ രാഘവ ശ്രീമാനാഗതാംശാർച്ച രാക്ഷസാൻ അബ്രവീത് ഭ്രാതരം രാമോ ലക്ഷ്മണം ദീപ്തതേജസം. ശ്രീമാനായ രാമൻ ആഗതരായ ആ രാക്ഷസന്മാരെ കണ്ടപ്പോൾ ദീപ്ത തേജസ്സായ ലക്ഷ്മണനോട് പറഞ്ഞു: മുഹൂർത്തം ഭവ സൗമിത്രേ സീതായാ പ്രത്യനന്തരഃ ഇമാനസ്യാവധിഷ്യാമി പദവീമാഗതാനിഹ. 4-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: സൗമിത്രേ, സീതയ്ക്ക് അല്പനേരം കാവൽ നിൽക്കുക. അവളുടെ പദവിയിൽ വന്നിരിക്കുന്ന ഇവരെ ഞാൻ ഉടനെ വധിച്ചു കളയാം. ശ്ലോകം 5. വാക്യമേതത്തതശ്രുത്വാ രാമസ്യ വിദിതാത്മനഃ തഥേതി ലക്ഷ്മണോ വാക്യം രാഘവസ്യ പ്രപൂജയൻ. സ്വാത്മസത്തേറിയുന്ന രാമൻ്റെ ഈ വാക്ക് കേട്ടിട്ട് ശരി എന്ന് ലക്ഷ്മണൻ രാഘവൻ്റെ വാക്കുകൾ ശിരസാ വഹിച്ചു. ശ്ലോകം 6. രാഘവോപി മഹച്ഛാപം ശ്യാമീകരവിഭൂഷിതം ചകാര സജ്ജം ധർമാത്മാ താനി രക്ഷാംസി ചാബ്രവിത്. ധർമാത്മാവായ രാഘവനും സ്വർണവിഭൂഷിതമായ വലിയ വില്ല്
ഞാണേറ്റിക്കുലച്ച് ആ രാക്ഷസന്മാരോട് പറഞ്ഞു. ശ്ലോകം 7. പുത്രൗ ദശരഥസ്യാവ്യാം ഭ്രാതരൗ രാമലക്ഷ്മണൗ പ്രവിഷ്ടൗ സീതയാ സാർത്ഥം ദുച്ഛരം ദണ്ഡകാവനം. ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായ ഭ്രാതാക്കളാണ് രാമൻ, ലക്ഷ്മണൻ എന്നു പേരുള്ള ഞങ്ങൾ. സീതയോടുകൂടി ദുച്ഛരമായ ദണ്ഡകാരണ്യത്തിലേക്ക് എത്തിയവരാണ് ഞങ്ങൾ. ശ്ലോകം 8. ഫലമൂലാശനൗ ദാന്തൗ താപസൗ ബ്രഹ്മചാരിണൗ വസന്തൗ ദണ്ഡകാരണ്യേ കിമർത്ഥം ഉപഹിംസഥ. ഫലമൂലങ്ങൾ ഭക്ഷിച്ചു കഴിയുന്നവർ, ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവർ, താപസന്മാർ, ബ്രഹ്മചാരികൾ, ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്നവർ, എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ഹിംസിക്കാൻ വരുന്നത്? ശ്ലോകം 9. യുഷ്മാൻ പാപാത്മകാൻ ഹന്തും വിപ്രകാരാൻ മഹാഹവേ ഋഷീണാം തു നിയോഗേന സംപ്രാപ്ത സ ശരാസനഃ. മഹർഷിമാരുടെ നിയോഗമനുസരിച്ച് പാപാത്മാക്കളും ദ്രോഹികളുമായ നിങ്ങളെ യുദ്ധത്തിൽ നിഹനിക്കാനാണ് ആയുധങ്ങളോട് ഇവിടെ എത്തിയിരിക്കുന്നത്. ശ്ലോകം 10. തിഷ്ഠതൈവാത്ര സന്തുഷ്ട നോപവർത്തിതുമർഹത യദി പ്രാണൈരിഹാർത്ഥോ വോ നിവർത്തത്വം നിശാചരാഹ. നിശാചരന്മാരെ, അവിടെ തന്നെ സന്തുഷ്ടരായി നിൽക്കുക, പിന്തിരിയേണ്ട. അല്ല, പ്രാണൻ വേണമെന്നാണെങ്കിൽ പിന്തിരിഞ്ഞോടി പൊയ്ക്കൊള്ളുക. 10 ശ്ലോകമാണ് പാരായണം ചെയ്തത്. 20-ാം സർഗത്തിൽ